ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ രേവതി ഭയങ്കര സങ്കടത്തിലാണ്. നമ്മുടെ രേവതി അടുക്കളയിൽ കയറുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. നമ്മുടെ സച്ചി കൂട്ടുകാരനോട് പറഞ്ഞ ആ വാക്ക് നമ്മുടെ രേവതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി പരിഭവവും പരാതിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. സച്ച് പറയുന്നുണ്ട്, ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യമാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല, നീ വിചാരിക്കുന്ന പോലെയല്ല, ഞാൻ സുതിക്കിട്ടൊരു തട്ട് തട്ടിയതാണെന്ന്. ആർക്കിട്ട് തട്ടിയതാണെങ്കിലും കയറി കൊണ്ടത് നമ്മുടെ രേവതിക്കാണോ? ഏതായാലും രേവതി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാധാനിപ്പിച്ച് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ച് പറഞ്ഞു, നീ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുക, അല്ലാതെ ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ചങ്ക് പറിച്ചൊന്നും കാണിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. എൻ്റെ ചങ്ക് കീറി എൻ്റെ ചങ്കിനകത്ത് എന്താ ഉള്ളതെന്ന് നിനക്ക് കാണണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, ഒരു കത്തി എടുത്തോണ്ട് ഒന്ന് ചങ്ക് കീറി നോക്ക്, അല്ലാതെ എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ആരോ ഓട്ടം വിളിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഫോൺ പെട്ടെന്ന് എടുത്തിട്ട് ഹലോ സാർ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. വരാൻ സാറിനൊക്കെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ ആരോ ഓട്ടം വിളിച്ചതെന്ന് മനസ്സിലാക്കാമല്ലോ. ഈ ഒരു സമയത്ത് രേവതി ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ നമ്മുടെ രേവതി? ഏതായാലും ഇതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം രേവതിയുടെ അമ്മ ചോദിക്കുകയാണ്, എടി നീ അമ്മേനെ മറന്നോ? നീ ഒന്നും വിളിക്കുന്ന പോലും ഇല്ലല്ലോടി, നീ എവിടെയാടി? അത് പിന്നെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വിളിക്കാമല്ലോ, ഞാൻ വീട്ടിലുണ്ട്. അല്ല, നിന്റെ പനിയൊക്കെ മാറിയോ മോളെ? പനിയൊക്കെ മാറിയെന്നേ. കുറച്ച് ദിവസം പച്ചവെള്ളത്തിലൊന്നും കുളിക്കരുത് കേട്ടോ, ചൂടുവെള്ളത്തിൽ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. പിന്നെ സച്ചി ഇവിടെ ഇല്ലേ? സച്ചി എന്തിയേ? ആ സച്ചിയേട്ടൻ ഇവിടെ ഇല്ല. ജോലിക്ക് പോയതാണോ? ഓ അതെ അമ്മേ, ജോലിക്ക് പോയതാ. സുഖം തന്നെയല്ലേ മോളെ രണ്ടുപേർക്കും? ഭയങ്കര സുഖമാ. എന്നെ പോലെ ഒരുത്തി കൂടെ ഉണ്ടാകുമ്പം അദ്ദേഹത്തിന് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമോ? എനിക്കറിയില്ല. എന്തിനാ നിങ്ങളൊക്കെ ചേർന്ന് എന്നെ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചത്? എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ മോളെ നിനക്ക് പറ്റിയത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? വഴക്കുണ്ടായോ? പ്രശ്നം വഴക്ക് അമ്മ കൂടുതലൊന്നും ചോദിക്കണ്ട. എനിക്കൊന്നും പറയാൻ താല്പര്യം ഇല്ല, എനിക്കിപ്പം പറയാനുള്ള മനസ്സുമില്ല. ഞാൻ പിന്നെ അങ്ങനെ വിളിക്കാന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇത് കേട്ടത് നമ്മുടെ ലക്ഷ്മി അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ. ലക്ഷ്മിയുടെ അടുത്ത് നമ്മുടെ ശരത്ത് നിപ്പുണ്ടായിരുന്നേ. അമ്മ ശരത്ത് ചോദിച്ചു, എന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ മോനെ, രേവതിനെ ഞാൻ വിളിച്ചതായിരുന്നു. അവളുടെ സംസാരത്തിലെ എന്തോ ഇടർച്ച പോലെ എനിക്ക് തോന്നുക, എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. ഇനി ഈ സച്ചിയും രേവതിയും തമ്മിൽ വല്ല വഴക്കും നടന്നോ? ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലൊന്നും ചോദിക്കണ്ട, എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എനിക്കാണെ ആകെ പേടിയാവുക മോനെ. എന്തു പറ്റിയോ ആവോ, ഒരു സമാധാനവും കിട്ടുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? അതല്ല, ഈ സമയത്ത് നമ്മളെ ശരത്ത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ്. ഇതിൽ ശരത്തിന് ഒരു ചെറിയ വിഷമമൊക്കെ മനസ്സിലുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിയാണല്ലോ. ഇനിയിപ്പം സച്ചിയോടുള്ള ദേഷ്യം നമ്മുടെ രേവതിയോട് തീർക്കാൻ പറ്റില്ലല്ലോ. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് കേട്ടോ. സച്ചി ഒരു ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയാണ്. അപ്പൊ നമ്മുടെ സച്ചി രേവതിനെ ഫോൺ ചെയ്യാണെന്ന് തോന്നുന്നു. അതും ടാക്സി സ്റ്റാൻഡിലാണുള്ളത്. രേവതി ഒട്ട് ഫോണും എടുക്കുന്നില്ല. രേവതി കട്ടക്കലിപ്പിലാണല്ലോ, പിന്നെ എങ്ങനെയാ രേവതി ഫോൺ എടുക്കുന്നത്? അങ്ങനെ സച്ചി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത്, എന്താ അവള് ഫോൺ എടുക്കാതെ? ഫോൺ എടുക്കുന്നില്ലല്ലോ. അപ്പൊ മഹേഷ് ചോദിച്ചു, എന്താടാ രണ്ടുപേരും കൂടെ അടിയായോ? എന്താ നീ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? എടാ സച്ചി, ദേ ഇങ്ങ് വന്നേടാ, ഞാൻ ചോദിക്കാം. എന്തോ പ്രശ്നമുണ്ടെന്ന് നീ വന്നപ്പോഴേ എനിക്ക് തോന്നി. നീ നല്ല മൂഡ് ഓഫിലാ. എന്താടാ രണ്ടുപേരും കൂടെ പിണങ്ങിയോ? എടാ മഹേഷെ, അത് പിന്നെ പിണങ്ങിയോ എന്ന് ചോദിച്ചാല് ചെറിയൊരു വിഷയം ഉണ്ടായടാ. എടാ, മറ്റുള്ളവരുമായിട്ടുള്ള പിണക്കവേ ജലദോഷം പോലെയാണേ. മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അത് മിക്കവാറും ഒരാഴ്ചക്കുള്ളിൽ മാറും, അതങ്ങനെയാണ്. പക്ഷേ ഭാര്യയായിട്ടുള്ള പിണക്കവേ തുരുമ്പ് പിടിച്ച ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞതുപോലെയാ. പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വെച്ചില്ലെങ്കിൽ സെപ്റ്റിക് ആകും. അത് ഭയങ്കര വിഷയമാ. പിന്നെ മാസങ്ങളോളം അത് ഉണങ്ങാതെ ആ മുറിവ് കിടക്കും. എടാ, പിണക്കം ഉള്ളിടത്തെ സ്നേഹമൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതൊക്കെ ശരിയാണ്. ഇതിനിങ്ങനെ മൂഡ് ഓഫ് ആകേണ്ട കാര്യമൊന്നും ഇല്ലടാ. നീ എന്തിനു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നു? ഭാര്യയുടെ പിണക്കം മാറ്റാനുള്ള ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നീ ശ്രദ്ധിച്ച് കേൾക്കണം. രാത്രി വീട്ടിൽ ചെല്ലുമ്പം ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് കൊടുക്ക്. അപ്പം അവളുടെ മുഖത്ത് നിന്നൊരു ചിരി വരും. ആ ഉള്ളിൽ നിന്ന് പിണക്കമൊക്കെ മാറും. ഇതൊക്കെ ഞാൻ പലതവണ പരീക്ഷിച്ചിട്ടാ ഇവിടെ വരെ എത്തിയത്. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല മഹേഷേ. കുറച്ച് കഴിയുമ്പം അവൾ എന്നെ വിളിക്കും. അവൾ അങ്ങനെയാ. കുറെ സമയമൊന്നും അവൾക്ക് എന്നോട് പിണങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ലെന്നേ, എനിക്ക് അവളെ അറിയാലോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് വേറൊരു കൂട്ടുകാരൻ വന്നത്. ഒരു ഓട്ടോ വന്നിങ്ങനെ നിന്ന് കേട്ടോ. അപ്പൊ പെട്ടെന്നൊരു കൂട്ടുകാരൻ ഇറങ്ങുവാണ്. കൂട്ടുകാരനാണോ ആരാണോ എന്തോ ഒരു ആംഗ്യമൊക്കെ കാണിച്ചിട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. എന്തോ ഒരു സ്റ്റൈൽ രാജ വരില്ലേ, അതുപോലെയാണ് വരുന്നത്. അങ്ങനെ ആ കൂട്ടുകാരൻ വന്നിറങ്ങുന്നു.
സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു കോമാളി രൂപം, ഉം, ഒരു ജോക്കർ രൂപം, ഒരു വൈറ്റ് പാൻറ്റും യെല്ലോ കളർ ഷർട്ടും ഒരു വൈറ്റ് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു മൊത്തം എന്തോ ഒരു കോല രൂപമാണ് കേട്ടോ വന്ന് ഇറങ്ങുന്നത്. ഇവരാണെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ നിൽക്കുക, ഇവരാണെങ്കിൽ ഞെട്ടിപ്പോ ഇവർക്കൊട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഓട്ടോക്കകത്തുനിന്ന് ബാഗൊക്കെ എടുത്ത് തോളത്തേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ ശരീരത്തിന് ആ ബാഗ് താങ്ങാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ട് തന്നെ അയ്യോ എന്ന് പറഞ്ഞ് പുറകോട്ട് പോയിട്ടോ ബാഗ് ഇങ്ങനെ തോളത്തിട്ടപ്പോഴത്തേക്കും ഏതായാലും മൊത്തം കോമഡി ആട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മഹേഷ് പറഞ്ഞു, ദേ വിദേശിയാന്ന് തോന്നുന്നു, നാട് കാണാൻ വേണ്ടി വന്നതാ, ദേ ബാ നല്ല കോളടിച്ചെന്നാ തോന്നുന്നത്. അപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, നിനക്കല്ലേടാ ദാരിദ്ര്യം കൂടുതൽ, നീ അങ്ങേരെ കൂട്ടി പൊക്കോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, ആരെങ്കിലും ആവട്ടെ എന്ന്. അപ്പൊ നമ്മുടെ മഹേഷ്, ഹലോ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്, എവിടേക്കാ പോകണ്ടേ എന്നൊക്കെ ചോദിക്കണം. അപ്പൊ അയാൾ അടുത്തേക്ക് വരികയാണ് കേട്ടോ. മൊത്തത്തിലൊരു കോമഡി ക്യാരക്ടറാണ് കേട്ടോ, മെലിച്ച് ഇത്ര ഒരു കമ്പ് പോലെ ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മഹേഷ് ചോദിച്ചു, അല്ല സാറ് നാട് കാണാൻ വേണ്ടി വന്നതാണോ? അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ പറഞ്ഞു, മഹേഷേ നീ പാക്കേജ് എന്നൊക്കെ പറഞ്ഞ് വിദേശികളെ പറ്റിച്ചാൽ മതി, എന്നെ പറ്റിക്കാൻ നോക്കണ്ടാന്ന്. പെട്ടെന്ന് സച്ചി ആ ശബ്ദം കേട്ട് തോന്നി തിരിഞ്ഞു നോക്കുകയാണ്. എടാ എടാ ഈച്ചേ, നീയോ? നീ എന്താടാ ഇവിടെ? അതെ അതെ, ഞാനാണ് ഈച്ച. അപ്പൊ ഈ ഈച്ച ആരാന്നറിയാമോ? നമ്മുടെ സച്ചിയുടെ കൂടെ നാട്ടിലില്ലേ അച്ചമ്മയുടെ ഒക്കെ അവിടെ ആ ഭാഗത്തുള്ള ഒരു കൂട്ടുകാരനുണ്ടല്ലോ, മെലിച്ചൊരു കൂട്ടുകാരൻ, ആ പുള്ളിക്കാരനാട്ടോ വന്നിരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഷർട്ടൊക്കെ ഇട്ട് എന്തോ ഒരു പുരോഗമനവാദീനെ പോലെയാ വന്നിരിക്കുന്നത് കേട്ടോ. ഏതായാലും പുള്ളിക്കാരൻ പറഞ്ഞു, ഈച്ച തന്നെ ഈച്ച. എടാ സച്ചി, നിനക്കെന്നെ മനസ്സിലായല്ലേടാ? പിന്നെ എങ്ങനെ മനസ്സിലാകാതിരിക്കും? എടാ നീ എന്ത് കോലത്തിലാടാ ഇത്? എന്താടാ ഇത്? നിന്നെ കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ആ പുള്ളിക്കാരനെ എടുത്തങ്ങ് കറക്കാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എടുത്ത് കറക്കാനൊക്കെ പറ്റൂലോ. അങ്ങനെ എടുത്തൊക്കെ കറക്കിയിട്ട് സച്ചി പറഞ്ഞു, എടാ നീ ഇങ്ങ് വാടാ. എടാ നീ അടിമുടി ആളങ്ങ് മാറിപ്പോയല്ലോടാ, നിന്നെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല. എടാ എന്തൊരു കോലവാടാ ഇത്, ഇതെവിടെ നിന്ന് കിട്ടിയിടാ ഈ വേഷം? വാടകയ്ക്ക് എടുത്താണോ? ഏയ് അല്ലല്ലല്ല, നമ്മുടെ ടൈലർ സുഗുണേട്ടനില്ലേ, സുഗുണേട്ടൻ തയ്ച്ചു തന്നതാ. സിറ്റിയിലേക്കൊക്കെ വരുന്നതല്ലേ, കുറച്ച് ഫാഷൻ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഇതോ ഫാഷനോ? എടാ ഈ വേഷം ഇപ്പൊ മിമിക്രിക്കാര് മാത്രമേ ഇടാറുള്ളടാ. ഇതെന്ത് കോലമാണ് ഇത്? അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോടാ നീ. വരുന്ന കാര്യം പറഞ്ഞാൽ നീ വരണ്ടെന്ന് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഈടാ നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോടാ. എന്നെ കാണാൻ നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. നിന്നെ കാണാൻ മാത്രമല്ല ഞാൻ വന്നത്, ഞാൻ ഇവിടെ വന്നതേ താമസിക്കാനും. കണ്ടില്ല എന്റെ ബാഗ്? ഇവിടെ താമസിക്കാനോ? എവിടെ താമസിക്കാൻ? ഇവിടെ. എനിക്ക് രേവതിക്കും കിടക്കാൻ തന്നെ എന്റെ വീട്ടില് റൂമില്ല, ഞങ്ങൾ ടെറസിൽ ഹാളിലൊക്കെ കിടക്കുന്നത്. നിന്റെ വീട്ടിലല്ലേ മുറിയില്ലാതെ ഉള്ളൂ, ഈ നാട്ടിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ മുറി കാണുമല്ലോ, ഞാൻ അവിടെ താമസിച്ചോളാം. എടാ നിന്റെ ഉദ്ദേശം എന്താടാ, പറയടാ, മനസ്സിലാവുന്നില്ലടാ. ഞാന് മരിക്കേണ്ടതായിരുന്നടാ സച്ചി, മരിക്കേണ്ടതായിരുന്നു. ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാ ഞാന്. കൊലപാതകി? ആരടാ കൊലപാതകി? ആരടാ നിന്നെ കൊല്ലാൻ നോക്കിയത്? അയ്യോ വേണ്ട വേണ്ട വേണ്ട, അതവിടെ കിടക്കട്ടെ. ആരടാ നിന്നെ കൊല്ലാൻ നോക്കിയത്? അത് പിന്നെ ഒരു സ്ത്രീയാ, പേര് കലാവതി. കലാവതിയോ? എന്താടാ നീ പറയുന്നത്? അച്ചമ്മയോ? നിന്റെ അച്ചമ്മയായിട്ട് വരും. നിന്റെ അച്ചമ്മ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകടാ, കണ്ടില്ലേ? അവരുടെ വിറക് വെട്ടി ഞാൻ വിറക് കമ്പ് പോലെയായി. എന്താടാ, വല്ല പ്രശ്നം ഉണ്ടാക്കിയോടാ അച്ചമ്മയായിട്ട്? എടാ ഒന്നും പറയണ്ടടാ, ആ വീട്ടിലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്യണം. ഇപ്പം വിറക് കൊള്ളി പോലെയായി, നാളെ ഞാൻ ഈർക്കിലി പോലെ ആകും, പിന്നെ ഞാൻ ഒന്നും അല്ലാതാകും, വായുവിൽ ഇങ്ങനെ പറന്ന് നടക്കും. എടാ വയ്യടാ, ജീവിക്കാനുള്ള കൊതി കൊണ്ട് രക്ഷപ്പെട്ടു വന്നതാടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ എളിയിലേക്ക് ഒരു ഒറ്റ ചാട്ടം ഒറ്റ കയറ്റം. അങ്ങനെ സച്ചി ഇങ്ങനെ എടുത്തോണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം സച്ചി പറഞ്ഞു, അച്ചമ്മയ്ക്ക് നിന്നോട് അത്ര ഉള്ള സ്നേഹം മറ്റുള്ള ആരോടും ഇല്ലടാ, നിനക്ക് വെറുതെ തോന്നുന്നതാ. പാവം, അച്ചമ്മയ്ക്ക് ആകെയുള്ളൊരു സഹായം അല്ലടാ നീ. അയ്യോ, നമ്മുടെ മനോജിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നീയേ പേടിക്കേണ്ട, അവൻ വിറക് വെട്ടിക്കോളും. നാട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല എന്റെ സച്ചി, എന്റെ പോക്കറ്റ് കാലിയാ. ഞാന് എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ ജീവിച്ചോളാം സച്ചി. എടാ സമ്മതിക്കടാ. അപ്പൊ നീ സ്ഥിരതാമസത്തിന് വന്നതാണല്ലേ? ഇവിടെ നീ എന്ത് ജോലി എടുക്കാനെടാ? വിറക് വെട്ടുന്ന ജോലിയോ? ആ ജോലിയൊന്നും ഇവിടെ കിട്ടില്ല. അല്ല, ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാടാ, പ്ലീസ് എടാ. എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാലോ, എനിക്ക് നിങ്ങളുടെ കാർ എടുക്കാം, കാറ് കഴുകാം,
കറയുടെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളെയൊക്കെ വേണ്ടി വരുമല്ലോ. അങ്ങനെയൊക്കെ നിക്കാം. എന്ത് ജോലിയും ചെയ്യാൻ മനസ്സുള്ളവർക്ക് ഈ നാട്ടിലൊരു ജോലിക്കൊരു ക്ഷാമം ഇല്ലല്ലോടാ. എടാ അതല്ലടാ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഏയ്, ഞാൻ നല്ലോലെ ആലോചിച്ചിട്ടാ വന്നത്. ഞാൻ ഇനി അടുത്ത വിഷുവിനെ നാട്ടിൽ പോകത്തുള്ളൂ, അത് ഉറപ്പാ. ഓഹ് എന്റെ പൊന്നട, ഞാൻ മടുത്ത്. നീ ഒന്ന് നിലത്ത് നിൽക്കാൻ പറഞ്ഞു. അത്രയും നേരം നമ്മുടെ സച്ചി പുള്ളിക്കാരനെ എടുത്തോണ്ട് നിൽക്കുകയാണ് കേട്ടോ. കമ്പ് പോലെ ഇരിക്കുന്നോണ്ട് എടുത്തോണ്ട് നിൽക്കുന്നതിന് കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ സച്ചി പുള്ളീനെ കൊണ്ടുപോയി നേരെ നമ്മൾ ഈ പിള്ളേരെയൊക്കെ കാറിന്റെ ആ ബോണറ്റിൽ വെക്കുമല്ലേ, അതുപോലെ കൊണ്ടുപോയി ബോണറ്റിൽ അങ്ങ് വെച്ചു കേട്ടോ. ബോണറ്റിലൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, എടാ എന്താടാ ഇത്, നീ ഇവിടെ വന്നിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യുക. അല്ലേടാ മഹേഷ്, ആ സുഭാഷിന്റെ റൂം ഒഴിഞ്ഞു കിടക്കുകയല്ലേ, അവൻ 6 മാസം കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. തൽക്കാലം ഇവൻ അവിടെ താമസിക്കട്ടെ. അവനെ ഒന്ന് വിളിക്കാം, സുഭാഷിനെ, എന്നിട്ട് ഡീൽ ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ ചുള്ളിക്കമ്പ് പറഞ്ഞു, അതെ അതൊക്കെ പിന്നെ, എനിക്ക് ആദ്യം നീ പൊറോട്ടയും ബീഫും മേടിച്ചതാ, പിന്നെ നമുക്ക് ഫോൺ വിളിക്കാം. ഓ, വണ്ടി കയറ് എന്നും പറഞ്ഞ് വണ്ടി കയറ്റാണ് കേട്ടോ നമ്മുടെ സച്ചി. അപ്പം അങ്ങേരുമായിട്ട് പിന്നെ അങ്ങ് യാത്ര പോവാണ്. പൊറോട്ട മേടിച്ചു കൊടുക്കാനോ ചോറ് മേടിച്ചു കൊടുക്കാനോ ഒക്കെയാണ് പോകുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രോദയത്തെ ചന്ദ്രനെയാണ്. ചന്ദ്രയാണെങ്കിൽ ഇത് എവിടെ പോയി കിടക്കുക അവളെ കാണുന്നില്ലല്ലോ. ഇങ്ങ് വരട്ടെ അവള്. നേരെ സന്ധ്യയായി, 7 മണിയാകാൻ പോവുക. നാശം പിടിച്ചവള്, അവളിങ്ങ് വരട്ടെ, അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറകുറുക്കാണ്. നമ്മുടെ രേവതി ഇതുവരെ സ്പോട്ടിൽ എത്തിയിട്ടില്ല, വീട്ടിൽ വന്നിട്ടില്ല. അതാണ് പ്രശ്നം ചന്ദ്രയുടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര കൈയൊക്കെ കഴിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രയെന്ന് വിളിക്കും. അപ്പൊ രവീന്ദ്രൻ ഒരു കല്യാണത്തിന് പോയതല്ലായിരുന്നോ, അങ്ങനെ രവീന്ദ്രൻ വന്നു. അപ്പം ചന്ദ്ര എത്തിയോ? ഞാൻ വിചാരിച്ചു കൂട്ടുകാരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അവിടെ തന്നെ കിടന്നു കാണുമെന്ന്. മോളെ രേവതി കുറച്ച് വെള്ളം എടുത്തോന്ന് രവീന്ദ്രൻ നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി അല്ല, ചന്ദ്ര ആരെയാ വിളിക്കുന്നത്? രേവതിനെയോ? രേവതിനെ. അല്ല, രേവതി എന്തിയെ? രേവതി മോളെ. രേവതിയെ ഇവിടെ ഇല്ല, അവള് വരും വതിയായിപ്പോയി. അവളെ കാണുന്നില്ലല്ലോ. എന്താ ചന്ദ്ര ഈ പറയുന്നത്? അല്ല, അവള് രാവിലെ ഇവിടുന്ന് എങ്ങോട്ടെങ്ങാണ്ട് പോയതാ, ഇതുവരെ അവള് ഈ വീടിന്റെ പടി കയറി വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സച്ചി വന്നിട്ട് എന്താ പറയുന്നത്? രേവതി വന്നില്ലെന്നോ? രേവതി ഇതുവരെ വന്നിട്ടില്ല, അവള് രാവിലെ പോയതാ. അവള് വണ്ടി എടുത്തോണ്ടല്ലോ പോയേക്കുന്നത്, വണ്ടി വെളിയിൽ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണല്ലോ, അവള് വണ്ടി കൊണ്ടുപോയിട്ടില്ല, വണ്ടി വെളിയിലായിരിക്കുന്നത്, ചിലപ്പോൾ കച്ചവടം കൂടുതൽ കാണുമായിരിക്കും സച്ചി, അതായിരിക്കും അവള് താമസിക്കുന്നതെന്ന്. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അതൊന്നും അല്ല അവള് താമസിക്കുന്നത്, അവള് മാനപൂർവ്വം താമസിക്കുന്നതാ. അവള് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല, അവൾക്ക് വീട്ടിലെ പണി ചെയ്യാൻ ഇപ്പം മടിയാന്നേ, അതുകൊണ്ട് അവള് മാനപൂർവ്വം താമസിക്കുന്നതാ. സന്ധ്യ കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ പണി ചെയ്യേണ്ട ഒരു കാര്യമില്ലല്ലോ. എന്തൊക്കെയായിരുന്നു, പൂക്കടയിട്ട് കൊടുക്കുന്നു, വണ്ടി മേടിച്ചു കൊടുക്കുന്നു, ഇപ്പൊ സമാധാനമായല്ലോ സച്ചി നിനക്ക്. ഇപ്പം അവളെ കാണുന്നുമില്ല. ഓ, എന്തൊരു പെണ്ണാണോ അവള്. സാധാരണ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ സമയമാകുമ്പോ വീട്ടിലേക്ക് കയറി വരും. അപ്പോഴത്തേക്ക് നമ്മൾ സച്ചി ചോദിച്ചാൽ, ഈ കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിലാണോ? അല്ല, ഇവിടുത്തെ പൗഡർ എടുത്തിയും പിന്നെ പണക്കാരിയും ഒക്കെ അവർക്ക് ജോലി ഉണ്ടല്ലോ. അതുപോലെ രേവതിക്കും ജോലിയുണ്ട്. അയ്യോ, പിന്നെ അവൾക്ക് ജോലി ഉണ്ടായിട്ടൊന്നും അല്ല അവള് താമസിക്കുന്നത്, അവള് മനഃപൂർവ്വം താമസിക്കുന്നതാണ്. ഇവിടെ ഉള്ളവരെ രാവിലെ പട്ടിണി കിടത്തിയില്ലോ, ഇന്നും അവക്ക് പട്ടിണി കിടത്താലോ വൈകിട്ടും. അപ്പം രവീന്ദ്രൻ ചോദിച്ചു, രാവിലെ പട്ടിണി കിടത്തിന്നോ? അത് പറയാതിരിക്കുന്ന ഭേദം. അവള് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് എല്ലാവരും വെളിയിൽ നിന്നാ ഭക്ഷണം മേടിച്ച് കഴിച്ചത്. എനിക്ക് ഭക്ഷണം മേടിച്ചു തന്നു, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്നേനെ. അല്ല സച്ചി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളും നീയും തമ്മില്? അല്ലെങ്കിൽ പിന്നെ അവൾ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, എനിക്ക് അവളെ അറിയാലോ. ഈ സമയത്ത് സച്ചി പറഞ്ഞു, അച്ഛാ ദേ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് ഭക്ഷണം ഇല്ലാത്തതിന്റെ ടെൻഷനില്ല, അല്ലാതെ രേവതി വരാഞ്ഞിട്ടൊന്നും അല്ല. ഈ തള്ളക്ക് ഭക്ഷണം മാത്രം കിട്ടിയാൽ മതിയല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് രേവതി അടുത്തിനെ കുറിച്ചാണല്ലോ പറയുന്നത്, എവിടെ പോയത്? അറിയില്ല, അവൾ ഇവിടുന്ന് പോകുന്ന കാര്യം ആരോടും പറഞ്ഞുമില്ല, ഫോൺ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല. അല്ല, രേവതി എവിടെയാ പോകുന്നതെന്ന് വർഷയോട് വല്ലോ പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ മോനെന്ന് ചോദിച്ചു രവീന്ദ്രൻ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ഹേ ഇല്ല, എങ്കിൽ പിന്നെ ഫോൺ ചെയ്തപ്പം അവൾ എന്നോട് പറഞ്ഞേനെ, വർഷ എന്നോടൊന്നും പറഞ്ഞില്ല. അല്ല, എവിടെ പോയാലും ഏടത്തി ഇത്ര വൈകാറില്ലല്ലോ, ഇതിപ്പോ എന്ത് പറ്റിയാകോ? അപ്പൊ ചന്ദ്ര പറഞ്ഞു, ഓ, ഇവിടെ വന്ന വീട്ടു ജോലി ചെയ്യേണ്ട വരുമല്ലോ, അതുകൊണ്ട് കരുതിക്കൂട്ടി വൈകുന്ന അവള്. കരുതിക്കൂട്ടി തന്നെ അവൾ ഇതൊക്കെ ചെയ്യുന്നത്. ചന്ദ്രേ, ദേ നീ മിണ്ടാതിരിക്കുക, രേവതി അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെണ്ണല്ല. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുതി വന്നിട്ട്, ദേ സച്ചി, നിന്റെ കാറ് ഗേറ്റിന്റെ അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാന് കാർ എവിടെ കൊണ്ടിടും? അത് നിന്റെ തലയെ കൊണ്ടിട്. അതിനെന്തിനാ നീ ചൂടാകുന്നത്? അവന്റെ ഭാര്യയെ കാണാനില്ല മോനെ, അതുകൊണ്ട് അവൾ നിന്ന് ചൂടാകുന്നത്, അവൻ നിന്ന് തിളയ്ക്കുന്നത്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, കാണാനില്ലെന്നോ? നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? അവള് കുറച്ച് ലേറ്റ് ആവുന്നു, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ സുധി പറഞ്ഞു, അപ്പൊ അമ്മേ ഇവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ?
ഇല്ല, ഇന്നിവിടെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അവള് വന്നില്ലല്ലോ. എന്റെ ഈശ്വര, എന്താ അമ്മ ഇത്, രാവിലെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യ, വല്ലോ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാന്ന് ഓർത്തതാ. ഇനിയിപ്പൊ എന്താ ചെയ്യുക, ആകെപ്പാടെ മൊത്തം എനിക്ക് പ്രശ്നമാണല്ലോ എന്റെ ദൈവമേ എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ, ഇവള് കാരണം ഒരാൾക്ക് സമാധാനം കിട്ടത്തില്ല. അതെ അമ്മേ, ഞാൻ ഇന്ന് എത്ര ഡീലർമാരെ കാണാൻ പോയെന്നോ, അവരോട് സംസാരിച്ച് എന്റെ എനർജി മൊത്തം പോയി. അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു, ദേ മിണ്ടാതിരിക്കുക, ഇവിടെ സുധിയേട്ടൻ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളെന്ന് സുധിയേട്ടന്റെ സംസാരം കേട്ടാ തോന്നൂലോ, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരാ, ഞങ്ങളിന്റെ അയ്യട്ട് തന്നെയാ. ഇതൊക്കെ പിന്നെ വലിയ സംഭവമായിട്ട് ഞങ്ങൾ സുധിയേട്ടനെ പോലെ വിളിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചു പറഞ്ഞു, ഇവൻ പറയുന്നതൊക്കെ ആരെങ്കിലും കേൾക്കുവോ? അപ്പം സുധി പറഞ്ഞു, പിന്നെ ഞാൻ നിങ്ങളെ പോലെ മാനുവൽ വർക്കൊന്നും അല്ല ചെയ്യുന്നത്, ഞാൻ ആരുടെയും കീഴിൽ വർക്ക് ചെയ്യുന്നവനുമല്ല, ഒറ്റയ്ക്കാ വർക്ക് ചെയ്യുന്നത്, ഞാൻ മുതലാളി. അതൊന്നും പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എനിക്ക് കുറെ ചിന്തിക്കണം, കുറെ പ്രവർത്തിക്കണം, എനിക്ക് ബ്രെയിൻ യൂസ് ചെയ്ത് പല പല ഡിസിഷൻ ഒക്കെ എടുക്കാനുണ്ട്. അയ്യോ, പിന്നെ ഞങ്ങളൊക്കെ പിന്നെ ബ്രെയിൻ വെച്ചല്ലല്ലോ, നന്നായിട്ട് കുക്ക് ചെയ്യണമെങ്കിലും ചിന്തിക്കണം, ബ്രെയിൻ യൂസ് ചെയ്യണം. എന്റെയും ക്രിയേറ്റീവ് ജോബ് തന്നെയാ, എല്ലാവരും ബ്രെയിൻ യൂസ് ചെയ്ത് തന്നെയാ ജോലി ചെയ്യുന്നത്. കേട്ടോടാ മണ്ടൻ മുതലാളിയേട്ടാ എന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, ശ്രീകാന്തെ, നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? പിന്നെ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും ഏട്ടത്തി? ശ്രുതിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, ഏട്ടൻ ചെയ്യുന്നത് എന്തോ വലിയ ജോലി, ഞങ്ങൾ ചെയ്യുന്ന ഒന്നും ഒരു ജോലിയല്ല. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അത്രയ്ക്ക് പ്രാധാന്യവും ഇല്ല. അയ്യോ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല ശ്രുതിയെ. അപ്പോഴത്തേക്കും വീണ്ടും ശ്രുതി പറഞ്ഞു, ഞാൻ ചെയ്യുന്ന ഒരു സ്മാർട്ട് ജോലിയാ. ദേ മിണ്ടാതിരുന്നോണം, നീ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ നിന്റെ കാർണക്കുറ്റി അടിച്ചു പൊട്ടിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ശ്രുതി മിണ്ടാതിരിക്കുക, എന്നിട്ട് പോയി ആ കാറ് മാറ്റിയിടാൻ പറഞ്ഞു. ആകെ മൊത്തം നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിരിക്കുക. അപ്പോഴാണല്ലോ നമ്മുടെ ശ്രുതിയുടെ ഓരോ കാര്യങ്ങള്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ എന്തിനാ അവനോടൊക്കെ ദേഷ്യപ്പെടുന്നത്? നിന്റെ ഭാര്യ വരാഞ്ഞിട്ട് നീ ഇവിടെ കിടന്ന് തുള്ളിയിട്ട് ഒരു കാര്യമില്ല. എനിക്കാണെ വിശന്ന് വയ്യ, ഏതു മാളത്തിലാണോ അവൾ ഒളിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ ഈ വീട്ടിൽ രേവതി ആരാണ് എന്താണെന്നൊക്കെ. അതെ, ഇവിടെ അവള് പകലില്ലാത്തപ്പോ തന്നെ വീടിന്റെ താളം തെറ്റിയില്ലോ. അതാ ഞാൻ പറഞ്ഞത് രേവതി ഈ വീടിന്റെ നെടുന്തൂണാണെന്ന്. നെടുന്തൂണ്? എന്ത് നെടുന്തൂണ്? അവളുടെ തലയിലാണല്ലോ ഈ വീട് കെട്ടിയിരിക്കുന്നത്. ചുമ്മാ ഓരോന്ന് വിളിച്ചു പറയാതെ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി, ഒരു കാര്യമില്ല, പറയാതിരിക്കുന്ന നല്ലത്. ഇപ്പൊ തന്നെ മണി 9 അവൾ ഇതുവരെ വന്നില്ല. ഇനിയിപ്പൊ അവൾ വന്നിട്ട് എപ്പ ഭക്ഷണം ഉണ്ടാക്കാനാ? അല്ല, ഏടത്ത് എന്തെങ്കിലും പേഴ്സണൽ ആവശ്യത്തിന് പോയതായിരിക്കും അമ്മേ, അങ്ങനെ കരുത്. എല്ലാ ദിവസവും ഏടത്ത് തന്നെയല്ലേ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഇന്ന് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാം. അയ്യോ വേണ്ട വേണ്ട, നീ ഈ സമയം വരെ കിച്ചണില് ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ വന്നത്, അപ്പൊ വേണ്ട, നീ ഉണ്ടാക്കണ്ട. മോളെ ശ്രുതി ഇങ്ങ് വന്നേ. എന്താ ആന്റി? അതെ, അവള് വന്നില്ലെങ്കിലേ നമ്മൾ പട്ടിണി കിടക്കുമെന്ന് അവള് കരുതിയിരിക്കുന്നത്. അങ്ങനെ ആവരുത്, അതങ്ങ് തിരുത്തി കുറിച്ച് കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം നമുക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അതിന് നമ്മൾ എന്താ ആന്റി ചെയ്യുന്നത്? ഇന്ന് രാത്രിയുള്ള ഭക്ഷണമേ നീ ഉണ്ടാക്കണം. ഞാനോ? നീ ഉണ്ടാക്കണം, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? നീ തന്നെ ഉണ്ടാക്കണം. അത് എനിക്കങ്ങനെ നന്നായിട്ട് പാചകം ചെയ്യാനോ ഒത്തിരി കറികൾ ഉണ്ടാക്കാനോ ഒന്നും അറിയില്ല. അറിയുന്നത് പോലെ ചെയ്താൽ മതി. നീ കിച്ചണിലേക്ക് ചെല്ല്, പെട്ടെന്ന് ഉണ്ടാക്ക. നമ്മുടെ ശ്രുതിക്ക് 8ന്റെ പണി കിട്ടിയിട്ടോ. ശ്രുതി നേരെ കിച്ചണിലേക്ക് പോവാണ്. സച്ചിയാണെ ഫോൺ എടുത്ത് കുത്തുന്നു, വിളിക്കുന്നു, ബെല്ലടിക്കുന്നില്ല, ആകെപ്പാടെ ടെൻഷനിലോട്ടോ. അങ്ങനെ രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, പേടിക്കാനൊന്നുമില്ല, അവള് വന്നോളും, നീ സമാധാനമായിട്ടിരിക്കാനേ. എങ്കിലും നമ്മുടെ സച്ചിയുടെ ഉള്ളിൽ പേടിയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ രേവതി എവിടെ പോയി, എന്തിനു പോയി എന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അറിയാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.